അഡ മോനെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കൈപ്പക്ക കറിയാണ് ഒരു സ്പെഷ്യൽ. ഇത് ഒരു പക്ഷേ ചിലവർക്കൊക്കെ അറിയാം, എന്നാലും ഇന്ന് ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു കൈപ്പക്ക കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നാളികേരം, അരമുറി നാളികേരം, വറുത്ത മല്ലി 2 സ്പൂൺ ടേബിൾ സ്പൂൺ, മഞ്ഞൾ, മിളക് ഇത് രണ്ടും കൂടി വറുത്തത്, പൊടികൾ കേട്ടോ വറുത്തത്. അതിനാവശ്യമായ ഇത്രയും ഉള്ളി, ചെറിയ ഉള്ളി ഇത്രയും, ഒരു 4 പച്ചമുളക്. ഇത് ചില സ്ഥലത്തേക്ക് കൈപ്പയ്ക്കാന്ന് പറയും. ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ കൈപ്പയ്ക്കാന്നാണ് പറയുക. മലപ്പുറത്തും ചിലവരൊക്കെ പറയും. ഇനി മറ്റുള്ള ഏരിയയിലേക്ക് എങ്ങനെയെന്ന് എനിക്കറിയില്ല. കൈപ്പയ്ക്ക ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് ഒന്നും കൂടി കയ്പ്പ് കുറയും. അതിനാണ് വെള്ളത്തിലിട്ട് വെച്ചുള്ളത് ഇത്. ഓക്കെ. അപ്പോൾ ആദ്യമായി നാളികേരം, അത് ചരക്കി വെച്ച നാളികേരം നമ്മൾ വറുത്തെടുക്കുന്നു. ഓക്കെ. നാളികേരം ഏകദേശം ഒരു ലൈറ്റ് റോസ്, ഓവർ റോസ് ആവാൻ പാടില്ല. എല്ലാവരും നല്ല റോസ് ആക്കും. അപ്പോൾ ഞാൻ വെക്കുന്നതിൽ, ഈ കൈപ്പക്ക കറി വെക്കുന്നതിൽ അധികം ബ്രൗൺ കളർ, റോസ് കളറല്ല, ബ്രൗൺ കളറ് അധികം പാടില്ല. ഏകദേശം ഈ ഒരു രൂപത്തിൽ ലൈറ്റായിട്ട് ഒന്ന് കളറ് മങ്ങിയാൽ ഒന്ന് ശരിയായാൽ ഞാൻ അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുന്നു അടുക്കൽ. ഓക്കെ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനിയാണ് ടേസ്റ്റ്. അതിൽ നേരത്തെ ആ മല്ലിപ്പൊടി, ഞാൻ വെച്ച മല്ലിപ്പൊടി, നേരത്തെ ഇതിട്ട മല്ലിപ്പൊടി, മുളകും പൊടി, ഉള്ളി ഇതെല്ലാം കൂടി ഇതിലേക്ക് ചെരിയും. ഇപ്പം എല്ലാം ഇതിലിട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ആക്കും നമ്മൾ. ഓക്കെ. വറുത്ത നേരത്തെ വെച്ച നാളികേരം, ചെറുതുള്ളി, മുളക്, പച്ചമുളക്, മഞ്ഞൾ എല്ലാം കൂടി വറുത്ത് ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ ചട്ടിയിലേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഓക്കെ. ഇത്രയും വെളിച്ചെണ്ണ പാടുള്ളൂ. ഇതിൽ നമ്മൾ രണ്ടാം ഘട്ടം ഈ കൈപ്പക്ക ഇതിലിട്ടിട്ട് ചെറിയൊരു റോസ്റ്റ് ചെയ്യും. ഓക്കെ. ഈ കൈപ്പക്ക ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം, ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് വാടിയതിന് ശേഷം നമ്മൾ അത് മാറ്റി വയ്ക്കുന്നു. ഇതിലേക്ക് മാറ്റി വയ്ക്കുക. കൈപ്പക്ക ചെറുതായിട്ട് വാടിയതിന് ശേഷം. ഓക്കെ. ഇനി നമ്മൾ പുളി എടുക്കുന്നതാണ്. ആവശ്യത്തിന് പുളിങ്ങ ഇത്ര പുളിങ്ങ എടുക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ഈ ചട്ടിയിൽ തന്നെ കുറച്ച് ചുടുവെള്ളം വീത്തും, അത് ഒന്ന് ഇതരാൻ വേണ്ടിയിട്ട്. പുളിങ്ങ ഇത്ര പുളിങ്ങ നേരത്തെ അരച്ച് വെച്ച അത് നമ്മൾ അല്പം വെള്ളം ഒഴിക്കുന്നു അരയ്ക്കാൻ വേണ്ടി. ഇനി വയ്ക്കുന്നു. നമ്മൾ കറി ഉണ്ടാക്കാൻ ചട്ടി വെച്ചു. സ്വല്പം വെളിച്ചെണ്ണ കേട്ടോ, കോക്കനട്ട് ഓയിൽ കുറച്ച്, അധികം പാടില്ല. ഓക്കെ. ഒരു 4 ആൾക്കുള്ള കറിക്കാണ് ഈ ഉണ്ടാക്കുന്നത്. 4 ആളെ. ഇനി നമ്മളൊരു സ്വല്പം ഇതിലേക്ക് ഉലുവടും. ഇത്രയും ഉലുവ. ഇനി നമ്മൾ തക്കാളി. ഈ തക്കാളി ഇതിൽ നിർബന്ധമൊന്നുമില്ല, ഏതായാലും ഒരു വഴിക്ക് പോവല്ലേ, അപ്പോൾ ഈ തക്കാളി ആയിക്കോട്ടെ, നിർബന്ധമൊന്നുമില്ല ഇതിൽ തക്കാളി. ഓക്കെ. ഒരു വഴിക്ക് പോകണമല്ലോ, അപ്പോൾ തക്കാളി ഒന്നും ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഓക്കെ. ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പ്. ഓക്കെ. കല്ലുപ്പാണ്. ആ തക്കാളി ഏകദേശം ഇതേമാതിരി ആയിട്ടുണ്ട്. അപ്പോൾ
ആ പുളിങ്ങ നേരത്തെ എടുത്ത പുളിങ്ങ കലക്കി നീരാക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഇതിൽ മുഴുവൻ ഒഴിച്ചു കൊടുക്കുക. ഇതിൽ പുളിങ്ങ. ഓക്കെ, അരച്ച നാളികേരം നേരത്തെ കൂട്ടുണ്ടായിരുന്നല്ലോ, അത് അരച്ചത് ഈ കറി തിളച്ച് വരുമ്പോൾ ഈ പുളിങ്ങ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ കൂട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കണം. നേരത്തെ വെച്ച കൈപ്പക്ക. ഓക്കെ, ഇനി ഒന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക. കറി ആയി. അപ്പോൾ ഈ കറി ആയ ഇത് നമ്മൾ അതിൻ്റെ മുകളിൽ സ്വല്പം ഉലുവപ്പൊടി വെതറുകയാണ് കേട്ടോ. കയ്പക്കറിയുടെ മുകളിൽ ഈ ഉലുവപ്പൊടി മീൻ കറിയിലൊക്കെ മുളകും കറി വെക്കുമ്പോൾ മുളകും കറി വെക്കുമ്പോൾ അതിലൊക്കെ നമുക്ക് വരാൻ പറ്റും. ഉലുവപ്പൊടി കഴിഞ്ഞു. അടുത്ത നമ്മൾ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചു. നമ്മൾ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അടച്ചു വെച്ചു. ഇനി ഇത് കഴിക്കുമ്പോൾ മാത്രമേ എടുക്കാനേ പാടുള്ളൂ. ഇത് ഇളക്കരുത്. എല്ലാവരും കാണാൻ ഈ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് കറിയിലിട്ട് ഇളക്കണം. അത് പാടില്ല. സ്മെല്ല് അതിൽ തങ്ങി നിൽക്കും. ചുരുങ്ങിയത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടെങ്കിലും ഇത് ഇളക്കാനേ പാടുള്ളൂ. എപ്പോഴാണ് അതിൻ്റെ ആ ഒരു റെസിപ്പി കറക്റ്റ് ആവുള്ളൂ. ഓക്കെ.